ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്. IPL 2025 രണ്ടാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സപ്പ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് രാജസ്ഥാൻ റോയൽസിനും സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. പക്ഷേ ഈ വർഷം നമുക്കറിയാം, ഒരു പുതിയ മെഗാ ഓപ്ഷനൊക്കെ നടന്നതുകൊണ്ട് തന്നെ ഇരു ടീമുകളിലും വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി രാജസ്ഥാൻ റോയൽസിൽ ഒരുപാട് നല്ല താരങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നല്ല താരങ്ങളെയൊക്കെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഫൈനലിൽ മാത്രമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് അവർക്ക് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കാതെ പോയത്. ഏതായാലും ഇന്ന് നമ്മൾ വീണ്ടും ഈ ഒരു മത്സരത്തിന്റെ പ്രിവ്യൂ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ആയിട്ടുള്ള 11 എങ്ങനെയായിരിക്കും, അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ എന്തായിരിക്കും, അവസാനം നമ്മുടെ ഫാന്റസി പിക്ക് ആരൊക്കെ ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി ബാറ്റിങ്ങിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. അതായത് ഒരുപാട് റൺസ് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പിച്ചും ഗ്രൗണ്ടുമാണ് ഈ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ IPL മത്സരങ്ങളിൽ പലതിലും വലിയ സ്കോർ വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്ത്യ പല T20 മത്സരങ്ങളും അവിടെ കളിച്ചിരുന്നു. അതിലും വലിയ സ്കോറുകൾ കണ്ടെത്താനായിട്ട് ഇന്ത്യൻ ടീമിനും സാധിച്ചിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടുള്ള മറ്റൊരു മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ആദ്യം ബാറ്റ് ചെയ്യുകയും 165 റൺസ് എന്ന് പറയുന്ന ഒരു വിജയ ലക്ഷ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിൽ വെക്കുകയും ചെയ്തു. വെറും 9.4 ഓവറിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആ ലക്ഷ്യം മറികടന്നത്. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അത്രത്തോളം ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. ഈ വർഷം ആ ഒരു ഗ്രൗണ്ടിൽ 300 റൺസ് വന്നാലും അതിൽ അതിശയോക്തിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ടീമിലേക്ക് കടക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ ടീമിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാർ എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ജോഡിയാണ്. അത് ഒന്ന് യശസ്വി ജയ്സ്വാൾ ആണ്. നമ്മുടെ ഈ വരാൻ പോകുന്ന 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരമാണ്. ഇനി എല്ലാ ഫോർമാറ്റിലും അദ്ദേഹം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും. സഞ്ജു സാംസൺ ഒരു ചെറിയ പരിക്കുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇമ്പാക്ട് സബ് ആയിട്ടായിരിക്കും ബാറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നത്. ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത് റിയാൻ പരാഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് ജോഡി എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ജോഡിയാണ്. ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ നിതീഷ് റാണയാണ് ആ ഒരു പൊസിഷനിലുള്ളത്. നിതീഷ് റാണയ്ക്ക് ആ ഒരു പൊസിഷനിൽ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഇനി നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മേക്ക് ഷിഫ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള റിയാൻ പരാഗാണ്. കഴിഞ്ഞ IPL സീസണിൽ റിയാൻ പരാഗ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷനിൽ റിയാൻ പരാഗ് തന്നെയായിരിക്കും ബാറ്റ് ചെയ്യുക. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ധ്രുവ് ജൂറൽ ആയിരിക്കും. ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. കഴിഞ്ഞ വർഷത്തെ ഓപ്ഷനിൽ അവർ വിടാതെ പിടിച്ചു നിർത്തിയ ഒരു താരമാണ് ധ്രുവ് ജൂറൽ. അദ്ദേഹത്തിനെ ആ ഒരു നമ്പർ 5 പൊസിഷനിൽ ഉപയോഗിക്കും. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഷിമ്രൻ ഹെറ്റ്മെയർ ആയിരിക്കും. ഹെറ്റ്മെയറിന്റെ ഒരു ഫിനിഷിംഗ് കപ്പാസിറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ മികച്ച രീതിയിൽ ഒരു മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന താരമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ഹെറ്റ്മെയർ. അപ്പോൾ അദ്ദേഹത്തിനെ ആയിരിക്കും ആ ഒരു നമ്പർ 6 പൊസിഷനിൽ അവർ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുതുമുഖ താരമായിരിക്കും ആ പൊസിഷനിൽ. അത് ശുഭം ദുബെ ആയിരിക്കും എന്ന് ഞാൻ നമ്മുടെ പ്രിവ്യൂവിൽ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നല്ല വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് ശുഭം ദുബെ എന്ന് പറയാതിരിക്കാനാവില്ല. ഇനി നമ്പർ 8ഉം നമ്പർ 9 പൊസിഷൻ, ഈ 2 പൊസിഷനിൽ 2 ശ്രീലങ്കൻ സ്പിന്നർമാരെയാണ്. കഴിഞ്ഞ വർഷം UC ചഹലിനെയും രവിചന്ദ്രൻ അശ്വിനും കളിച്ച ആ പൊസിഷനാണ്. ആ പൊസിഷനിൽ 2 ശ്രീലങ്കൻ സ്പിന്നർമാരെ അവർ ഉൾപ്പെടുത്തുമോ, അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വാനിന്ദു ഹസരംഗയും അതുപോലെ തന്നെ മഹീഷ് തീക്ഷണയുമായിരിക്കും. രണ്ടുപേരും എക്സലന്റ് ആയിട്ടുള്ള സ്പിന്നർമാരാണ്. വാനിന്ദു ഹസരംഗ ഒരു മത്സരം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്പിന്നർ ആണെങ്കിൽ തീക്ഷണ എന്ന് പറയുന്നത് ഈവൻ ഈ പവർ പ്ലേയിൽ പോലും മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങളെ ഉൾപ്പെടുത്താൻ അവർക്ക് ലെവലിൽ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള UC ചഹലിനും അല്ലെങ്കിൽ അശ്വിനും പകരം വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബൗളർമാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ജോഫ്ര ആർച്ചർ ആയിരിക്കും. ജോഫ്ര ആർച്ചർ എപ്പോഴും ഒരു പരിക്കിന്റെ പിടിയിലാണ്. പക്ഷേ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വന്ന് ഈ T20
മത്സരങ്ങളിലും ഏകദിന മത്സരങ്ങളിലും ഒക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഒരു ഫിറ്റ് ആണ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജോഫ്ര ആർച്ചർ ആയിരിക്കും നമ്പർ 10 പൊസിഷനിൽ. നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരുന്ന തുഷാർ ദേശ്പാണ്ഡെ, മുംബൈയിൽ നിന്നുള്ള താരമാണ്. അദ്ദേഹത്തിന് ആയിരിക്കും, അദ്ദേഹം കുറച്ച് റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു ബൗളറാണ്, പക്ഷേ വിക്കറ്റ് ടേക്കിംഗ് ബൗളർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ തുഷാർ ദേശ്പാണ്ഡെ ആയിരിക്കും. പിന്നെ നമ്പർ 12, അതായത് ഒരു ഇമ്പാക്ട് സബായിട്ട് ബോൾ ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുക സന്ദീപ് ശർമ്മയായിരിക്കും. സന്ദീപ് ശർമ്മ കഴിഞ്ഞ വർഷവും രാജസ്ഥാന് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹത്തിനെ അവർ നിലനിർത്തുക, ഒരു അൺക്യാപ്ഡ് താരമായിട്ട് അദ്ദേഹത്തിനെ നിലനിർത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ബോളിംഗ് ഓപ്ഷനിൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് രാജസ്ഥാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. ഇനി മറ്റൊരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരും കൂടെ അവരുടെ ടീമിലുണ്ട്. അത് ആകാശ് മധുവാളാണ്. കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്നു. നല്ലൊരു ഫാസ്റ്റ് ബോളറാണ് ആകാശ് മധുവാൾ. പക്ഷേ ഈ ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അദ്ദേഹം ചിലപ്പോൾ കളിക്കാനുള്ള സാധ്യതയില്ല ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലേയിങ് ലെവൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു പ്ലേയിങ് ലെവനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തുടക്കം നൽകാൻ കഴിയുന്ന ഒരു 5 താരങ്ങൾ, ആദ്യം തന്നെ വരുന്ന 5 ബാറ്റർമാരെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ആക്രമിച്ച് കളിക്കുന്ന താരങ്ങളാണ് എന്നുള്ളതാണ് SRHന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 287 റൺസ് 277 റൺസ് എന്നൊക്കെ പറയുന്ന വലിയ സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ട്രാവിസ് ഹെഡ് ആണ്. ഇന്ത്യക്ക് എപ്പോഴും ഒരു തലവേദനയായിട്ടുള്ള താരമാണ് ട്രാവിസ് ഹെഡ് എന്ന് നമുക്കറിയാം. അദ്ദേഹമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ പുതിയ സെൻസേഷൻ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ, ഇവർ രണ്ടുപേരുമായിരിക്കും ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അതുകൂടാതെ നമ്പർ 3 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇഷാൻ കിഷൻ ആയിരിക്കും. വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്നു. ഈ ഓപ്ഷനിൽ അവരവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ആദ്യം വരുന്ന 3 ബാറ്റർമാരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ള പ്രത്യേകത SRHനുണ്ട്. ഇനി നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിതീഷ് കുമാർ റെഡ്ഡിക്ക് എന്തായാലും ഒരു സ്ഥാനക്കയറ്റം നൽകാനായിട്ട് അവർ ശ്രമിക്കും. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഹെൻറിച്ച് ക്ലാസൻ ആയിരിക്കും. എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. കുറച്ചൊന്ന് ഔട്ട് ഓഫ് ഫോം ആയിട്ട് നിൽക്കുന്ന സമയമാണ്, പക്ഷെ അദ്ദേഹം തിരിച്ചു വരും. അപ്പോൾ ഈ 5 ബാറ്റർമാരാണ് ആ ടോപ്പ് ഓർഡറിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്നത്. ഇനി നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അഭിനവ് മനോഹർ ആയിരിക്കും. കർണാടകയിൽ നിന്നുള്ള താരമാണ്. നല്ല വലിയ അടികൾ അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അഭിനവ് മനോഹർ. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഫോറിൻ ഓൾറൗണ്ടറിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് 2 പേരാണുള്ളത്. ഒന്ന് കാമിന്ദു മെൻഡിസ് എന്ന് പറയുന്ന ശ്രീലങ്കൻ താരവും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള വിയാൻ മോൾഡറും. ഇതിൽ ആരെങ്കിലും ഒരാളെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരെ കളിപ്പിച്ചില്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് വേണമെങ്കിൽ ആദം സാംബയെ ഒരു ലെഗ് സ്പിന്നർ ആയിട്ടും അവർക്ക് കളിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്മിൻസ് ആണ്. പാറ്റ് കമ്മിൻസിന്റെ ഒരു പ്രകടനത്തെ പറ്റിയൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോഴാണ് അവരുടെ ഒരേ ഒരു സ്പിന്നർ ആയിട്ടുള്ള രാഹുൽ ചഹർ ഉള്ളത്. രാഹുൽ ചഹർ പല ടീമുകളിലായിട്ട് നമ്മൾ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന് കളിച്ചിരുന്നു, പഞ്ചാബ് കിങ്സിന് കളിച്ചിരുന്നു. നല്ല ഒരു ബോളറാണ് രാഹുൽ ചഹർ. അദ്ദേഹം മാത്രമാണ് അവരുടെ ടീമിലുള്ള ഒരേ ഒരു സ്പിന്നർ എന്ന് പറയുന്നത്. ഇനി നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമിയുടെ കപ്പാസിറ്റിയെ പറ്റിയൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണ് നമ്പർ 10 പൊസിഷനിൽ. നമ്പർ 11 പൊസിഷനിൽ ഹർഷൽ പട്ടേൽ. സ്ലോ ഓവേഴ്സിൽ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഹർഷൽ പട്ടേൽ. നല്ല സ്ലോ ഓവറുകളും നല്ല യോർക്കറുകളും സ്ലോ ബൗൺസറുകളും ഒക്കെ എറിയാൻ പറ്റുന്ന താരമാണ് ഹർഷൽ പട്ടേൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് അവരുടെ പ്രോബബിൾ 11 എന്ന് പറയുന്നത്. ആ ഒരു 12ാമത്തെ പൊസിഷനിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ആദം സാംബയാണ്. ആദം സാംബ ഒരു ഇമ്പാക്ട് സബായിട്ട് വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ മാറേണ്ടി വരും. അതായത് മിഡിൽ ഓവേഴ്സിൽ കളിക്കുന്ന അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന ഏതെങ്കിലും ഒരു ഫോറിൻ താരത്തെ മാറ്റി വേണം അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ എന്നുള്ളതാണ്. ഇനി ഇവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ, പിച്ച് കണ്ടീഷനെ പറ്റി ഞാൻ പറഞ്ഞു. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ പറയുകയാണെങ്കിൽ ഈ RRന്റെ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ RRന് ആദ്യമുള്ള ബാറ്റർമാർ 2 പേരും നല്ല എക്സലന്റ് ആയിട്ടുള്ള ബാറ്റർമാരാണെന്ന് ഞാൻ പറഞ്ഞു. SSC ജയ്സ്വാളും സഞ്ജു സാംസണും. അത് കഴിഞ്ഞിട്ട് വരുന്ന നിതീഷ് റാണ, ശുഭം ദുബെ അതുപോലെ തന്നെ ഒരു പുതുമുഖ താരമാണ്. അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ധ്രുവ് ജൂറലിന്റെ പെർഫോമൻസും അവർക്ക് വളരെ ക്രൂഷ്യലാണ്. ഇടയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഷിമ്രോൺ ഹെറ്റ്മയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചെറിയ ആ ഏരിയയിൽ കുറച്ചൊരു ബാറ്റിംഗിൽ വീക്ക്നെസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി RRന്റെ മറ്റൊരു വീക്ക്നെസ് എന്ന് എനിക്ക് തോന്നുന്നത് തുഷാർ ദേശ്പാണ്ഡെയും സന്ദീപ് ശർമ്മയും ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പാണ്. അതായത് ആ ഒരു ബൗളിംഗ് കോമ്പിനേഷൻ എത്രത്തോളം വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു, തുഷാർ ദേശ്പാണ്ഡെ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആണെങ്കിലും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു ബോളറാണ്. സന്ദീപ് ശർമ്മയുടെ പെർഫോമൻസ് വളരെ വളരെ ക്രൂഷ്യലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ജോഫ്ര ആർച്ചറാണ് മറ്റൊരു ഫാസ്റ്റ് ബോളറുള്ളത്. അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നത് നമുക്കറിയാം. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു. കാരണം സ്പിൻ ഡിപ്പാർട്ട്മെന്റിലുള്ള 2 ശ്രീലങ്കൻ താരങ്ങളാണ്. അവർ 2 പേരും മികച്ച സ്പിന്നർമാരാണ് എന്നുള്ളത് രാജസ്ഥാന് ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യമാണ്. ഇനി SRHന്റെ നിരയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആദ്യത്തെ 5 ബാറ്റർമാരുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റർമാരാണ് ആദ്യത്തെ 5 പേരെന്ന് പറയുന്നത്. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും മോശമല്ല, നല്ല ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. മുഹമ്മദ് ഷമിയുണ്ട്, പാറ്റ് കമ്മിൻസ് ഉണ്ട്, അതുപോലെ
തന്നെ ഹർഷൽ പട്ടേലുണ്ട്. ഈ 3 ഫാസ്റ്റ് ബോളേഴ്സ് ചേരുമ്പോൾ അവരൊരു നല്ല കോമ്പിനേഷൻ ആയിട്ട് മാറും. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ആദം സാംബ കളിക്കുന്നില്ലെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് ഫീൽ ചെയ്യും. കാരണം രാഹുൽ ചഹർ മാത്രമായിരിക്കും അവിടെയുള്ള ഒരു സ്പിന്നർ. ഇപ്പോൾ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഒക്കെ ബൗൾ ചെയ്യാനായിട്ട് കഴിയുന്ന താരങ്ങളാണെങ്കിലും ഈ എറിഞ്ഞു പോവുക എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണ് കൊടുക്കാതെ എറിഞ്ഞു പോകാനായിട്ട് ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷേ ഒരുപാട് പെർഫോമൻസ് ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. SRHന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ 3 ബാറ്റർമാരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ പ്ലേയിൽ തന്നെ മഹീഷ് തീക്ഷണ ബോൾ ചെയ്യാനായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ റയാൻ പരാഗ് വേണമെങ്കിൽ 1-2 ഓവർ ബൗൾ ചെയ്താലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം എന്ന് വെച്ചാൽ 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓഫ് സ്പിന്നറെ കൊണ്ട് ബോൾ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഫാന്റസി പിക്കാണ്. ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഫാന്റസി പിക്കിൽ ഇതൊരു ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ബാറ്റർമാരെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് റൺസ് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ മത്സരമായതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ തന്നെ പ്രിഡോമിനന്റ്ലി ആ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെയും യശസ്വി ജയ്സ്വാളിനെയും ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവരുടെ ടെമ്പററി ക്യാപ്റ്റനായിട്ടുള്ള റിയാൻ പരാഗിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഹെറ്റ്മേറിനെ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ 4 പേര് കൂടാതെ ഹസരംഗ, ലെഗ് സ്പിന്നർ ആയിട്ടുള്ള ഹസരംഗ, ഈ 5 പേരെയാണ് ഞാൻ രാജസ്ഥാൻ റോയൽസ് എന്ന് നമ്മുടെ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമ്മൾ തിരിച്ച് SRHലേക്ക് വരുമ്പോൾ അവിടെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഡെഫിനറ്റ് ആയിട്ടും ടീമിൽ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെയാണ്. ഹെൻറിച്ച് ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. കാരണം അവരും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പിച്ചാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി 2 പേരെന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. ഒന്ന് മുഹമ്മദ് ഷമി, മറ്റൊന്ന് ജോഫ്ര ആർച്ചർ. ഇത്രയും പേരെയാണ് ഞാൻ ടോട്ടലായിട്ട് ഈ ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഏതായാലും വീണ്ടും ഒരു ഹൈ സ്കോറിംഗ് മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. കാരണം രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ, പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് വിരുന്നേകുന്ന ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.